നമസ്കാരം. എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ മുതൽ കുതിരാൻ വരെയുള്ള വഴിയാണ്. ചിറ്റൂർ ഗ്രാമത്തിൽ കൂടെ വരുമ്പോൾ വളരെ മനോഹരമായി കാണാവുന്ന പാടങ്ങളും ചുറ്റുപാടുമുള്ള കാഴ്ചകളുമാണ് ഇവിടെ കാണിക്കുന്നത്. ട്രാവൽ ചെയ്ത് റോഡ് സൈഡും കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുക. എൻ്റെ മിക്കവാറും എല്ലാ വീഡിയോകളിലും ഞാൻ കാണിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. സാധാരണയായി ഒരു ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ മാത്രം കാണിച്ച് ഒതുങ്ങാതെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതും നമ്മൾ റോഡിൽ എന്തൊക്കെ കാണുന്നു, നമ്മളൊരു യാത്രയുടെ അനുഭവം, അതാണ് ഞാൻ എൻ്റെ മിക്കവാറും എല്ലാ വീഡിയോകളിലും കാണിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോകൾ കാണുമ്പോഴൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഈ പാടങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഭംഗി തോന്നും. നമ്മൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്തൊരു അനുഭവം കൂടി നിങ്ങൾക്ക് തോന്നും. നമ്മളിപ്പോൾ ചിറ്റൂർ വില്ലേജിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് മൂന്നാറിൽ പോയി വരുമ്പോഴാണ്. മൂന്നാറിൽ ഞാൻ തിരിച്ചു വന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് വഴി പൊള്ളാച്ചി വന്ന് പൊള്ളാച്ചിയിൽ നിന്ന് ഗോപാലപുരം വഴി കേരളത്തിലേക്ക് കടന്ന് അങ്ങനെയാണ് പോകുന്നത്. അപ്പം തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഈ സീനറി എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തത്. എൻ്റെ ഈ വെക്കേഷനിലുള്ള മൂന്നാർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണിത്. കുതിരാൻ തുരങ്കം വരെ. കുതിരാൻ തുരങ്കം 2 ടണലുള്ളത്. ഒരു ടണൽ ഇപ്പോഴും റിപ്പയറിങ്ങിലാണ്. ഒരു ടണൽ മാത്രമാണ് ഉപയോഗമായിട്ട് ഉള്ളത്. നിങ്ങൾക്കത് അവിടെ ചെല്ലുമ്പോഴത് കാണാൻ സാധിക്കും. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാനും എനിക്കൊരു പ്രചോദനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. തുടർന്നും എൻ്റെ യാത്രകളുടെ വീഡിയോകളെല്ലാം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏതാണ്ട് ഒരു 10 മിനിറ്റ് മാത്രമേ വീഡിയോന് ലെങ്ത് ഉള്ളൂ. ഇപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയമായി. ഞങ്ങളൊരു ചെറിയൊരു ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തുകയാണ്. വളരെ ഭംഗിയുള്ള നെൽപ്പാടത്തിൻ്റെയൊക്കെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളതിനാണ് വീണ്ടും യാത്ര തുടർന്നു.
നമ്മളങ്ങനെ ഹൈവേയിലേക്ക് കയറുകയാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേയിലേക്ക് നമ്മൾ കയറി. പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര തുടരുന്നത്. പാലക്കാട് നിന്ന് തൃശ്ശൂർ പോകുമ്പോൾ വടക്കാഞ്ചേരിയിലൊരു ടോൾ ഗേറ്റ് ഉണ്ട്. ആ ടോൾ ഗേറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വർഷം തുറന്നതാണിത്. ടോൾ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ അല്പം കൂടി കഴിഞ്ഞാൽ നമ്മൾ കുതിരാൻ ടണലിൻ്റെ അവിടെ എത്തും. ആ കുതിരാൻ ടണലിനുള്ളിൽ കൂടി ഒന്ന് യാത്ര ചെയ്താലുള്ള അനുഭവം നമ്മൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ കുതിരാൻ ടണലിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടണൽ റിപ്പയറിങ്ങിലാണ്. ഇപ്പോൾ ഈ ഒരു ടണലിൽ കൂടി മാത്രമാണ് വാഹനങ്ങൾ രണ്ട് സൈഡും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വല്ല വാഹനങ്ങൾ കേടാവുകയോ വല്ല ആക്സിഡൻറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കുതിരാനിനകത്ത് വളരെ വലിയ ഒരു ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട്. ഉടനെ തന്നെ രണ്ടാമത്തെ ടണലും കൂടി വർക്കെല്ലാം കഴിഞ്ഞിട്ട് തുറന്നു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ടണലിൽ കൂടി യാത്ര ചെയ്യുമ്പോഴുള്ള അനുഭവം നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു,
ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളങ്ങനെ ഈ ടണലിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പുറത്തേക്ക് കടന്നു. നമ്മളുടെ ഈ യാത്ര വിവരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൂന്നാർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.